ശ്രീ ജിൻഡോ ജോൺ, മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു. ശരിയാണ്, കാരണം 3 പേരും അർഹരാണ്, 3 പേരും യോഗ്യരാണ്. അപ്പോൾ സമയമെടുത്തു. പക്ഷേ ജനവികാരം കൂടി പരിഗണിച്ചൊരു തീരുമാനത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞിപ്പം 24 മണിക്കൂർ തികഞ്ഞില്ല. ഈ മന്ത്രിസഭാ രൂപീകരണം ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലാണ്. പൊട്ടിത്തെറികൾ ഒന്നുമില്ല. അപ്പം ഇത്രയും സ്മൂത്ത് സെയിലിംഗ് പ്രതീക്ഷിച്ചിരുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ താങ്കൾ? അല്ല, ഞങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണല്ലോ. ഞങ്ങൾക്ക് അത്രയും സന്തോഷം നൽകുന്ന കാര്യമാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇട നൽകാതെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഊഹാപോഹങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കാതെ അത്രയും എളുപ്പത്തിൽ മന്ത്രിസഭ ചർച്ചകൾ പുരോഗമിക്കുന്നു, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ ചുമ്മാ ഇരുന്ന് സമയം കളയാന്നല്ലാതെ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ, UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ആത്മാഭിമാനം കിട്ടുന്ന ഒരു സമയമാണ്, സന്തോഷകരമായ സമയമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു മന്ത്രിസഭയായിരിക്കും അധികാരം ഏൽക്കാൻ പോകുന്നത്. എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്ന, എല്ലാ സംഘടനകളെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മന്ത്രിസഭയായിരിക്കും. മന്ദിരങ്ങളൊക്കെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തുറന്നു കിടക്കുന്ന ഗേറ്റുകളുള്ള മന്ദിരങ്ങളായിരിക്കും. എല്ലാ സാധാരണക്കാർക്കും ആക്സസിബിൾ ആയിട്ടുള്ള മന്ത്രിമാർ കേരളത്തിലുണ്ടാകും. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്നൊക്കെ ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നമ്മളിതെല്ലാം കാണാൻ പോവുക. ഇത് ഞങ്ങൾ വലിയൊരു പ്രചരണം കൊടുത്ത് അതിനെ അങ്ങനെ ആ രീതിയിൽ ഘോഷിക്കുന്നില്ല. അത് ആളുകൾ അവരുടെ അനുഭവത്തിൽ നിന്ന് വിലയിരുത്തട്ടെ, അവരുടെ ജീവിതാനുഭവങ്ങളിൽ വിലയിരുത്തട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പോൾ നമ്മളൊരു 10 വർഷക്കാലത്തെ ഒരുപാട് യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു ജനതയ്ക്ക് മുമ്പിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ചില മാറ്റങ്ങളുടെ സൂചനയാണ് ഈ മന്ത്രിസഭാ ചർച്ചയുമായി ബന്ധപ്പെട്ട അതിവേഗത്തിൽ പൂർത്തിയാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ.